ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിന്റെ ഹേർട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷേ ദേഷ്യം, പെയിൻ, ഡിസപ്പോയിൻമെന്റ് ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചലഞ്ചിങ് ആവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഡിഫിക്കൾട്ട് ഫീലിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെന്നിന്റെയും വുമണിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റൈൽസ് ആണ്. അതായത് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഒരു മെന്നും വുമണും അതിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതി വളരെയധികം ഡിഫറെന്റ് ആണ്. ഒരു റിലേഷൻഷിപ്പില് മിസ്കമ്മ്യൂണിക്കേഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവാനുള്ള റീസൺസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് ഫസ്റ്റ് പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, ഈ മെൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർക്ക് സ്ട്രെസ് ഹോർമോൺസ് ആണ് റിലീസ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്ഡ് ആവുകയോ അല്ലെങ്കിൽ അപ്സെറ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ അവിടുന്ന് വിത്ഡ്രോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണ് കാണിക്കുക. അതിന് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മളിപ്പോ കോൾ ചെയ്തിട്ടാണ് ഒരു പ്രോബ്ലം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബോയ്സ് കോൾ കട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പ്രശ്നം വരുമ്പം അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകുന്നത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരെയാണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് വിചാരിക്കാം, അവർ നമ്മളുടെ അടുത്തുണ്ട്, നമ്മൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നു. ഇപ്പൊ വീട്ടിലാണെങ്കിൽ അവർ വണ്ടി എടുത്ത് പുറത്തു പോവുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ്, അവർക്ക് സ്ട്രെസ് ഹോർമോൺസ് ആണ് ആ ടൈമിൽ റിലീസ് ആവുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, വുമൻസിന്റെ കേസിൽ ഇത് നേരെ തിരിച്ചാണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് ആവശ്യമുള്ളത്. അവർക്ക് സംസാരിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക, സംസാരിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് അവര് ഇഷ്ടപ്പെടുക. അവർക്കൊരു ബെറ്റർ ഫീൽ അപ്പോഴാണ് കിട്ടുക. പക്ഷേ മെന്നിന്റെയും വുമണിന്റെയും ഈ പ്രോബ്ലത്തിനോടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് കാരണം ചെറിയൊരു കാരണത്തിൽ തുടങ്ങിയ പ്രോബ്ലംസ് പോലും വലിയ വലിയ പ്രോബ്ലംസ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മെൻ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അവര് ഈ സ്ട്രെസ് കാരണമായിരിക്കും നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നത്. പക്ഷെ നമുക്ക് തോന്നും അവർക്ക് നമ്മളോട് എന്തോ പ്രശ്നമായിട്ടാണ് അവരങ്ങനെ വിട്ടു പോകുന്നതെന്നാണ് നമുക്ക് തോന്നുക. അപ്പൊ അവിടെ വുമൺസിന്റെ സൈഡിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ആവാണ്. എന്റെ പാർട്ട്ണർ മാത്രമാണ് ഇങ്ങനെ. പൊതുവെ മെൻസിന്റെ ഒരുവിധം എല്ലാവരുടെയും സ്വഭാവം ഇങ്ങനെയാണ്. ഈ ഒരു സിറ്റുവേഷനോട് അവര് ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ നമുക്ക് തോന്നും നമ്മുടെ പാർട്ട്ണർ മാത്രമാണ് ഇങ്ങനെ നമ്മളോട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഫീലിങ്സ് ആ ടൈമിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ വിചാരിക്കും, ഞാനിങ്ങനെ കരഞ്ഞു പറയുമ്പോൾ പോലും അവൻ എന്നെ മൈൻഡ് ചെയ്യാതെ പോവാണ്, അവനക്ക് കണ്ണിച്ചോരയില്ല, അത്തരത്തിലുള്ള തോട്ട്സ് ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്ന് നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മെൻസിന്റെ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും, നമ്മളിപ്പോ കരഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും ദേഷ്യപ്പെട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിട്ടാണ് ഫീൽ ആവുക. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ കാരണം കൊണ്ട് അവർക്ക് നമ്മളടുത്ത് ഒരു ഡിസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ അല്ലെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലംസ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വിചാരിക്കുക. ആ പ്രോബ്ലം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല, അത് സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അവർ തമ്മിലൊരു മനസ്സുകൊണ്ട് അവർ തമ്മിലൊരു ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. ഇപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടാവും, നോർമലായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പണ്ടത്തെ ഇന്റിമസിയിലേക്ക് വരാൻ അവർക്ക് കുറച്ച് ടൈം എടുക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇത് എസ്പെഷ്യലി വുമൻസിന്റെ കേസിലാണ് വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വുമൻസിന്റെ ഉള്ളിൽ അതൊരു ഫ്രസ്ട്രേഷൻ ആയിട്ട് കിടക്കും. അപ്പൊ അവര് ചെറിയ കാര്യങ്ങൾക്ക്, മേ ബി ആ ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. എന്നാൽ പോലും അവര് ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മളോട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളോട് ഒരു ദേഷ്യം അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ഗേൾസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തൊരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും നോർമൽ ആയിട്ട് സംസാരിക്കണം, അവരുടെ ലവ് ലാംഗ്വേജിൽ അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവാത്തടത്തോളം കാലം അവർക്ക് ആ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു ഈഗോ പോലത്തെ ഒരു സംഭവം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ആ ഇഷ്യൂസ് ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ അത് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ഈ ഒരു പ്രശ്നം, രണ്ടുപേരുടെയും ദേഷ്യവും സങ്കടമൊക്കെ മാറിയതിനു ശേഷം നമ്മൾ
ഒരുമിച്ചിരുന്ന് സംസാരിച്ച് എല്ലാ പ്രോബ്ലംസും പറഞ്ഞ് സോൾവ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. നമ്മളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പോവാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് പോസ് ബിഫോർ റിയാക്ടിങ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടുപേർക്കും ദേഷ്യവും സങ്കടവും ഇമോഷൻസ് ഭയങ്കരമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് കൂളായിട്ട് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഇമോഷൻസ് ഒക്കെ ബാക്ക് ടു നോർമൽ ആയതിനു ശേഷം നമ്മൾ സംസാരിക്കാം. നമ്മൾ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ മേ ബി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ, അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളൊന്ന് കാമായിട്ട് ഇരുന്നിട്ട് ആ ദേഷ്യമൊക്കെ മാറിയതിന് ശേഷം നമ്മളുടെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ചില പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും. അതായത് ഇപ്പൊ നമ്മള് ഒരു വുമൺ ഒരു മെന്നിനോട് സംസാരിക്കുകയാണ്, അവർക്ക് ഹേർട്ട് ആയിട്ടുള്ള ഒരു കാര്യം പറയാന്ന് വിചാരിക്കുക. അപ്പോൾ നീ എന്നെ വേദനിപ്പിച്ചു, നീ കാരണമാണ് എനിക്ക് അങ്ങനെ ഉണ്ടായത്, അങ്ങനെ അവരെ ബ്ലെയിം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന്റെ പകരം നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഹേർട്ടായി, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഫീലായി, അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യത്തിനെ ഫോക്കസ് ചെയ്ത് പറയാം. എൻ്റെ എന്ന് പറയാം, നിന്റെ എന്ന് പറയുന്നതിന്റെ പകരം. അപ്പൊ അവർക്ക് ഒന്നുകൂടി നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഉണ്ടായ ഫീലിങ്സും നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ കൂടി പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ആ സ്പേസ് കൊടുത്താൽ മാത്രം പോരാ, അവർ പറയുന്ന സമയത്ത് അത് വളരെയധികം എമ്പതിയോടുകൂടി തന്നെ നമ്മൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ആ ഒരു സ്ഥാനത്ത് നമ്മൾ നിന്നിട്ട് അവരുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്ന സമയത്ത് അതിനോട് റിയാക്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാതെ അവരുടെ സൈഡും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീലിങ്സ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഹേർട്ടായി അവരുടെ സൈഡിൽ നിന്ന് ആ ഒരു പ്രോബ്ലം നടന്ന സമയത്ത് നമുക്ക് വേണ്ട പോലെ എല്ലാവരും ബിഹേവ് ചെയ്തേന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നതിന്റെ മുന്നേ നമ്മൾ ജസ്റ്റ് അതൊന്ന് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊരു ലെറ്റർ എഴുതുന്ന പോലെ നിങ്ങൾക്ക് എഴുതാം. അവരോട് പറയുന്ന പോലെ തന്നെ നമുക്ക് ഹേർട്ടായ കാര്യങ്ങളും നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതുക. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും, എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ അത് അവരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഫ്രീ ആയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് വരുന്നത്, നമ്മൾ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ പോകുന്ന സമയവും നമ്മൾ സംസാരിക്കുന്ന ടോണും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവരും കൂടെ നമുക്ക് ദേഷ്യമൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി, നമ്മൾ ഓക്കെ ആയിരിക്കും, അവരുടെ സൈഡും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. അവരും നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് വളരെ നോർമൽ ആയിട്ട് വേണം അവരുടെ അടുത്ത് നമ്മുടെ പ്രശ്നത്തിനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലാണ്ട് ദേഷ്യപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം സമാധാനമായിട്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് ആ പ്രോബ്ലം സോർട്ട് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.